നമസ്കാരം. ശൈലജ ടീച്ചർക്കും ദിവ്യയ്ക്കും സൗമ്യയ്ക്കും ആര്യയ്ക്കുമെതിരെ സൈബർ വേട്ട നടത്തിയ പിടിച്ച UDFന്റെ സൈബർ വെട്ടുക്കിളികൾ കുറെ അവസാനിപ്പിക്കുന്നില്ല. സ്വരാജ് എന്ന പേര് കേട്ടാൽ ഹാലിളകുന്ന UDFന് 90-കാരി സഖാത്തി നിലമ്പൂർ ആയിഷ ഒരു മറുപടി നൽകുന്നുണ്ട്. ഒരു 1.5 മാസം മറുപടി. കോൺഗ്രസ്സുകാരാ, യൂത്ത് കോൺഗ്രസ്സുകാരാ, നിഷ്പക്ഷതയെക്കുറിച്ചും സച്ചിദാനന്ദൻ പണ്ടേ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? പട്ടേലരുടെ സെന്റിന് എന്തൊരു മണമാണെന്ന് പറയുന്ന തൊമ്മികൾക്കൊക്കെ ഒരേ പേരാണ്, നിഷ്പക്ഷൻ. വാർത്തയിലേക്ക്. 1953 മഞ്ചേരി മേലാക്കത്ത് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള നിലമ്പൂർ ആയിഷയ്ക്ക് നേരെ മതഭ്രാന്തന്മാർ വെടിയുതിർത്തത്. തലനാരിഴയ്ക്കാണ് വെടിയേൽക്കാതെ അന്ന് നിലമ്പൂർ ആയിഷ രക്ഷപ്പെട്ടത്. അത് നടന്നിട്ട് വർഷം 72 കഴിഞ്ഞു. ആയിഷാത്താക്ക് ഇപ്പോൾ 90 വയസ്സായി. ഇന്നും അന്തസ്സായി തലയുയർത്തി നിന്ന് രാഷ്ട്രീയം പറയും. വെടിയുണ്ടയെ ഭയന്നിട്ടില്ല. ആ ആയിഷത്തെയാണ് UDF വെട്ടുക്കിളികൾ, വ്യാജന്മാർ, ഊത്തന്മാരൊക്കെ സൈബർ ആക്രമണം നടത്തി പേടിപ്പിക്കാൻ നോക്കുന്നത്. ചിരിച്ചിരിച്ച് അങ്ങ് വല്ലാതാകുന്നുണ്ട് ഞങ്ങളൊക്കെ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഹനസ് നാസർ, അനിൽ നായർ തുടങ്ങിയവരൊക്കെയാണ് ആയിഷയ്ക്കെതിരെ തെറിവിളിയുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. വർക്കല സ്വദേശിയാണ് ഈ ഹനസ് നായർ. 23-ന് കാണിച്ചു തരാം, 23-ന് അസുഖം തീർത്തു തരാം എന്നിങ്ങനെ ഭീഷണികളുണ്ട്. അന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. എന്തിന്റെ പേരിലാണ്? വന്ധ്യവയോധികയും സാംസ്കാരിക പ്രവർത്തകയും ഒക്കെയായ നിലമ്പൂർ ആയിഷയ്ക്കെതിരെ ഇങ്ങനെ UDFന്റെ വെട്ടുക്കിളികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചാവേറുകൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലെത്തിയ സ്വരാജ് നിലമ്പൂർ ആയിഷയെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. അന്ന് ഉച്ചയോടെ ആശുപത്രി വിട്ട അവർ വീട്ടിലെത്തി വിശ്രമിക്കുകയും പിന്നീട് വീടിനടുത്തുള്ള വല്ലപ്പുഴ സ്വീകരണ കേന്ദ്രത്തിൽ എത്തുകയും സ്വരാജിനെ ആശീർവദിക്കുകയും ഒക്കെ ചെയ്തു. ശേഷം നിലമ്പൂർ ആയിഷ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. സ്വരാജിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ ജയിക്കണം, അവൻ ജയിക്കും, അവന് ജയിക്കാനുള്ള സ്റ്റാമിനയുണ്ട്, അവന്റെ പ്രവർത്തനം അങ്ങനെയാണ്, അവൻ ജയിക്കും, അവൻ ജയിച്ചാൽ കേരളത്തിന് തന്നെ മുതൽക്കൂട്ടാണ്. നിലമ്പൂർ ആയിഷയുടെ പ്രതികരണം ഒട്ടുമിക്ക വലതുപക്ഷ സംഘപരിവാർ മാധ്യമങ്ങളും മുക്കിയെങ്കിലും സമൂഹ മാധ്യമങ്ങൾ വഴി ആ വാക്കുകൾ വലിയ വൈറലായി, കാട്ടുതീ പോലെ പടർന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇറങ്ങി സൈബറിന്റെ നമ്മുടെ UDFന്റെ സൈബർ വെട്ടുക്കിളികൾ. പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ അശ്ലീല നാടകത്തിന്റെ വ്യാജ കഥകളുടെ തരം താന്ന സൈബർ വേട്ടകളായിരുന്നു. അപ്പോഴും അവരെ നോക്കി മാസ് ലെവലിൽ നിലമ്പൂർ ആയിഷ പറഞ്ഞത് ഇങ്ങനെയാണ്: 1950-കളിലാണ് എന്റെ നാടക പ്രവേശനം. അത് പാർട്ടിയെ വളർത്താനുള്ള നാടകങ്ങൾ കൂടിയായിരുന്നു. അന്നത്തെ കാലത്ത് പട്ടിണിയും അടിയും ഇടിയും വെടിയും എല്ലാം വെച്ചിട്ടും തളർന്നിട്ടില്ല. എന്നിട്ടാണോ ഇന്നത്തെ കാലത്തെ ഈ സൈബർ ആക്രമണം? അന്നും ഇന്നും എന്നും ഈ തള്ളച്ചി പാർട്ടിയോടൊപ്പം തന്നെ. വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവരോട് ക്ഷമിക്കുന്നു, കാര്യമാക്കുന്നില്ല. വിദ്വേഷമില്ലാതെ പരസ്പര സ്നേഹത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എന്നാണ് നിലമ്പൂർ ആയിഷ ഇന്ന് FBയിൽ കുറിച്ചത്. ആ 90 വയസ്സുകാരിയുടെ അടുത്തു പോലും കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല UDFകാരെ നിങ്ങളെ. നിഷ്പക്ഷത എന്ന വാക്കിനർത്ഥമായി പലരും കരുതുന്നത് ഇടത് വിരുദ്ധരായിരിക്കുക എന്ന് തന്നെയാണ്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇവിടെ ഓഡിറ്റിങ്ങും ക്ലാസ് എടുപ്പും ഒക്കെ ഉണ്ടാകാറുള്ളൂ. അവർ മാത്രമേ ചില സവിശേഷ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വായിൽ പഴമാണോ എന്ന പരമ്പരാഗത ചോദ്യം ഏറ്റുവാങ്ങേണ്ടി വരാറുള്ളൂ. ഇടതുപക്ഷത്തെ എതിർക്കുന്നവർക്കെല്ലാം പക്ഷം നോക്കാതെ വിമർശിക്കുന്ന ധീരതയുടെ പട്ടികയിലും അനുകൂലിക്കുന്നവർ അവാർഡ് മോഹികളോ സ്ഥാനമോഹികളോ ആയ അന്തം കമ്മി വിഭാഗത്തിനുമൊക്കെ ഉൾപ്പെടും. സൈബർ വേട്ടകൾ അവർക്കെതിരെ നടത്തും. ഇനി ഇങ്ങനെ സൈബർ വേട്ടകളൊക്കെ നടത്തി തല്ലിക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിലമ്പൂർ ആയിഷയൊക്കെ മിണ്ടാതിരിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ അതൊക്കെ തോന്നലാണെന്നേ. സ്വരാജ് തരംഗം, ആ തരംഗം ഇല്ലാതാക്കാൻ പറ്റില്ലെന്നേ. എല്ലാ മാധ്യമങ്ങളും ഈ സ്വരാജ് ഈ പറയുന്നത് പോലെ സൈബർ വേട്ടയ്ക്കെതിരെ നടക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നത് എടുത്തു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? മനോരമ അടക്കമുള്ള പല വലതുപക്ഷ മാധ്യമങ്ങളും സ്വരാജിന്റെ പ്രതികരണം ഒന്ന് മുക്കി. സ്വരാജിന്റെ പ്രതികരണം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഈ വിഷയത്തിൽ സ്വരാജ് പ്രതികരിച്ചിട്ടില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ആ വാർത്ത മുക്കിയിട്ടുള്ളത്. എന്നാൽ സ്വരാജിന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലും വലിയ വൈറലാണ്. നിലമ്പൂർ ആയിഷ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, മരിക്കുന്നവരെ ഞാൻ സഖാത്തിയായിരിക്കുമെന്ന്. സ്വരാജിനെതിരെ ഈ പറയുന്നത് പോലെ വലിയൊരു വലതുപക്ഷ മാധ്യമങ്ങളുടെ വേട്ട നടക്കുന്നുണ്ട്. പിന്നെ ഈ സ്വരാജിന് വേണ്ടി സംസാരിക്കുന്നവരെയൊക്കെ സൈബർ വേട്ട നടത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിശബ്ദരാകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് കോൺഗ്രസ്. ഇപ്പൊ തന്നെ KR മീര എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതുപോലെ തന്നെ സച്ചിദാനന്ദൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇബ്രാഹിം കുട്ടി എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കലാകാരന്മാരും സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെ ഓരോ
രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വരികയാണ്. അഭിമതനായ സ്വരാജ് ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നായിരുന്നു സച്ചിദാനന്ദന്റെ പ്രതികരണം. മികച്ച എതിരാളിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് പ്രത്യേകം അഭിനന്ദനമെന്നായിരുന്നു KR മീര പറഞ്ഞത്, അല്ലെ? അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടി എന്താണ് പറഞ്ഞത്? കാലം ആവശ്യപ്പെടുന്നു സ്വരാജിനെ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്റെ വോട്ട് അത് നിലമ്പൂരിലായിരുന്നുവെങ്കിൽ ഞാൻ സ്വരാജിന് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഹരീഷാണ്, അഡ്വക്കേറ്റ് ഹരീഷാണ്. അതുപോലെ തന്നെ നിരവധി ആളുകൾ, സുധീർ അടക്കമുള്ള സാഹിത്യകാരന്മാർ രംഗത്തേക്ക് വരികയാണ്. എല്ലാവരും പറയുന്നത് എന്താണ്? എല്ലാവരും പറയുന്നത് സ്വരാജിന് വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ്, സ്വരാജ് ജയിക്കണമെന്ന് തന്നെയാണ്, സ്വരാജ് സഭയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ്. രാഷ്ട്രീയം പോലും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അപ്പൊ ഇവരെയെല്ലാം സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മഴവിൽ സഖ്യത്തിനൊപ്പം നിൽക്കുമെന്നാണ് സതീശനും കുട്ടി സതീശനും ശിങ്കിടികളും ഒക്കെ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കോൺഗ്രസ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിലമ്പൂർ ആയിഷയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തില് ഓരോ ആളുകളും പ്രതികരിച്ചപ്പോൾ രംഗത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ആ പ്രതികരിച്ച രംഗത്തേക്ക് വരുന്ന ആളുകളൊക്കെ സ്വരാജിന് വലിയ പിന്തുണ നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഒരു കാലത്തും കുണം പിടിക്കില്ല എന്ന് മാത്രമല്ല ഒരു കാലത്തും നന്നാകില്ല എന്ന് ശപഥമെടുത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകളെ കാണുമ്പോൾ അത് അവരുടെ പ്രായമൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല, അങ്ങ് ഇറങ്ങിത്തിരിക്കും. ഇടതുപക്ഷത്തിനെ കുറിച്ച് എന്തെങ്കിലും നല്ല വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ, ഏതെങ്കിലും നേതാക്കളെ പറ്റി നല്ല വാക്ക് പറഞ്ഞാൽ അപ്പൊ ഇറങ്ങും അവരെ ആക്രമിക്കാൻ. ഇവിടെ ആരെക്കുറിച്ചും ഇടതുപക്ഷ നേതാക്കളെ പറ്റി അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പറ്റി ഒന്നും നല്ലത് പറയാൻ പാടില്ല, ഈ നാടിനെ പറ്റി നല്ലത് പറയാൻ പാടില്ല എന്ന ഒരു പിടിവാശിയാണ് നമ്മുടെ കോൺഗ്രസിനുള്ളത്. പക്ഷേ അതൊക്കെ ഇവിടെ പൊളിച്ചടക്കിക്കൊണ്ട് വരുന്നുണ്ട് സ്വരാജ് എന്ന സഭയിലേക്ക് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിലമ്പൂർ ആയിഷയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് ഇന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു FB പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. മുതിർന്ന നാടക നടിയും മലയാളത്തിന്റെ അഭിമാനവുമായ നിലമ്പൂർ ആയിഷയ്ക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ UDF അനുഭാവിയിൽ നിന്ന് നടക്കുന്ന നിന്ദ്യമായ സൈബർ ആക്രമണങ്ങളെ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശക്തമായി അപലപിക്കുന്നു. ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതും സാംസ്കാരികമായി അധപ്പതിച്ചതുമായ ഒരു പ്രവണതയാണിത്. നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു മുതിർന്ന കലാകാരിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും തെറിവിളിക്കുന്നതും ഏറ്റവും ലജ്ജാകരമായ കാര്യമാണ്. ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വിയോജിപ്പുകളെയും രാഷ്ട്രീയ നിലപാടുകളെയും ആരോഗ്യകരമായി സമീപിക്കാൻ കഴിയാത്തവരുടെ നിസ്സഹായതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ്. ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് ആരായാലും അവർ ഓർക്കേണ്ടതുണ്ട്. നിലമ്പൂർ ആയിഷ എന്ന വ്യക്തി നിങ്ങൾ കരുതുന്ന പോലെ തെറിവിളി കൊണ്ട് നിശബ്ദയാക്കാവുന്ന ഒരാളല്ല. കേരളത്തിന്റെ പോരാട്ട വീര്യത്തിന്റെയും പോരാട്ട ശേഷിയുടെയും പ്രതീകമാണ്. കാലങ്ങളായി പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഉറച്ചു നിന്ന അവരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സൂര്യനെ കൈകൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ഭാഷ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമല്ല എന്നതിനെ കുറിച്ചും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നവർക്ക് യാതൊരു ധാരണയുമില്ലെന്ന് വ്യക്തം. ഇത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് തന്നെ കളങ്കമാണ്. നിലമ്പൂർ ആയിഷയോടുള്ള ഈ സൈബർ ആക്രമണങ്ങളെ കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയണം. സൈബർ ഇടങ്ങളിൽ വിഷം കലർത്തുന്ന ഇത്തരം പ്രവണതകളെ സമൂഹം തിരിച്ചറിയുകയും ശക്തമായി എതിർക്കുകയും ചെയ്യണം. സാംസ്കാരിക കേരളം പൂർണ്ണമായും നിലമ്പൂർ ആയിഷയോടൊപ്പം ഉറച്ചു നിൽക്കേണ്ടതുണ്ടെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഇങ്ങനെ പല കോണുകളിൽ നിന്ന് ഇപ്പോൾ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന കലാകാരിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ വേട്ടയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നമ്മുടെ കോൺഗ്രസ് പഠിക്കില്ല, പാഠം പഠിക്കില്ല, അവർ നന്നാവില്ല, അവരൊരിക്കലും ഞങ്ങൾ നന്നാവില്ലപ്പ എന്ന് ശബ്ദമെടുത്തിരിക്കുന്ന ആളുകളാണ്. ജയിക്കാൻ വേണ്ടി എന്തും ഏതുമൊക്കെ കാണിച്ചു കൂട്ടുന്നവർ. നമ്മൾ കണ്ടില്ല, വഴിക്കടവിൽ 15 വയസ്സുള്ള ഒരു അനന്തു എന്ന് പറയുന്ന പയ്യന്റെ പേരും പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചത്. ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള സജീവ കോൺഗ്രസ് പ്രവർത്തകൻ സെല്ലിൽ കിടക്കുന്ന സമയത്താണ് ആ മരണത്തിന് കാരണക്കാർ അത് LDF ആണ്, സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നാണം കെട്ട ഒരു പരിപാടി UDF കാണിച്ചത്. അപ്പോ എന്തും ഏതുമൊക്കെ ജയിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ പേരായി മാറിയിട്ടുണ്ട്, എന്തായാലും ഒരു മുന്നണിയുടെ പേരായി മാറിയിട്ടുണ്ട് UDF എന്നുള്ളത്. മഴവിൽ സഖ്യങ്ങളുടെയൊക്കെ കൂട്ടുപിടിച്ച്, വർഗീയവാദികളുടെയൊക്കെ കൂട്ടുപിടിച്ച് കിട്ടുന്ന ഇടങ്ങളിലൊക്കെ കയറി ഇറങ്ങി, തിണ്ണനിറങ്ങി, രാത്രി തലയിൽ തുണിയിട്ട് അൻവറിന്റെ വീട്ടിൽ കണ്ട നാടകം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പലയിടങ്ങളിൽ പോയി വോട്ടൊക്കെ ചോദിച്ച് നമ്മുടെ UDF സത്യത്തിൽ കേരളത്തിന് മുമ്പിൽ ഒരു വല്ലാത്ത ഒരു കോമാളിയുടെ വേഷത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ്. സവർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയിരുന്ന തല കുനിച്ചു നിന്ന്, നടു കുനിച്ചു നിന്ന് വിളക്ക് കത്തിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നില്ല നിങ്ങളിത് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സതീശനെ പോലുള്ളവർ RSSന്റെ കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്ന സുധാകരനെ പോലുള്ളവരൊക്കെ കൂടി എന്തായാലും കോൺഗ്രസിനെ കുളിപ്പിച്ച് സംഘി കുപ്പായം ഇടിയിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് ഇരു കൈ നീട്ടി മേടിച്ച്
മതരാഷ്ട്രവാദമല്ല അവർ ഉന്നയിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ ഇന്നലകളിലെ കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസ് തീർത്തും സംഘപരിവാർ ഒരു 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 മനസ്സുള്ള സംഘികളുടെ ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.